ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ കണ്ണൻ. ഞാൻ ഒരു പുതിയ ലെറ്റ്സ് പ്ലേ വേൾഡ് തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടത്തോടെ ഞാൻ കരുതുന്നു. അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോ കിടക്കാം. ബട്ട് ഗൈസ്, അതിന് മുന്നേ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോ കിടക്കാം. നമുക്ക് വുഡ് കളക്ട് ചെയ്ത് തുടങ്ങാം. ഞാൻ വുഡ് കളക്ട് ചെയ്യട്ടെ. അപ്പം ഞാൻ നിങ്ങളെ വുഡ് കളക്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്, നമുക്ക് ആവശ്യമുള്ള വുഡൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കാം. പിന്നെ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യാൻ പോകണം. അതിന് നമുക്ക് പിക്കാക്സ് വേണം. പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടിയിലേക്ക് പോയിട്ട് സ്റ്റോൺ മൈൻ ചെയ്യാം. ഓക്കെ ഗായ്സ്, നമുക്ക് സ്റ്റോൺ കിട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഈ സ്റ്റോൺ കുറേ കളക്ട് ചെയ്യട്ടെ. എനിക്ക് തോന്നുന്നു നമുക്ക് 16 സ്റ്റോൺ വേണമെന്ന് മൊത്തം. ഞാൻ 16 സ്റ്റോൺ ഒപ്പിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്, നമുക്ക് 16 സ്റ്റോൺ കിട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോയിട്ട് നമ്മുടെ ബേസിക് ടൂൾസ് ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഒരു സ്വോർഡ് ഉണ്ടാക്കാം. ഒരു സ്വോർഡ്, ഒരു ആക്സ്, ഒരു പിക്കാക്സ്, പിന്നെ വേണമെങ്കിൽ പക്ഷേ അവരിരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നമ്മുടെ ബേസിക് ടൂൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പരിപാടി എന്ന് വെച്ചാൽ ഫുഡ് കണ്ടുപിടിക്കണം. ഇനി നമുക്ക് കുറേ ഷീപ്പിനെ ഒപ്പിച്ചിട്ട് ആ ഷീപ്പിന് തല്ലിക്ക് വന്നിട്ട് അതിൻ്റെ വൂൾ കൊടുക്കണം. പിന്നെ നമുക്ക് അതിൻ്റെ മീറ്റ് കൊടുക്കണം. പിന്നെ വേറെ വല്ല മൃഗങ്ങൾ കാണുകയാണെങ്കിൽ പിഗിനാണെങ്കിൽ പോർച്ച് ഒപ്പിക്കണം. പിന്നെ കൗനാണെങ്കിൽ ബീഫ് ഒപ്പിക്കണം. ഓക്കെ, ഏതാ ഒരു പിഗ് എടുക്കണം. നമുക്ക് ഈ പിഗിനെ പോലെ നിൽക്കവിടെ ഈ പിഗ് മനസ്സിലാവനെ കൊല്ല വേണം, ഓടിപ്പോവാ. അവിടെ പിഗ്. ടെക്നോബ്ലേഡ്, സോറി ഫോർ ദിസ്. ടെക്നോബ്ലേഡ്, ഐ എം സോറി. ഓക്കെ, 2 പോർച്ചോപ്പയുണ്ട്. ഞാൻ ഇനി നിങ്ങൾക്ക് ആ വൂളും കിട്ടി. അടിപൊളി. ഒരു വൂളും കിട്ടി. ഇനി 2 വൂളും കൂടി ആയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഫ്രണ്ടിൽ കണ്ട 3 ഷീപ്പ് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊളിക്കും. ഓക്കെ, ഒന്നിനെ കൊന്നു. നമുക്ക് ആ വെള്ളേനെ കൂടി കൊല്ലാം. കാരണം നമുക്ക് വൈറ്റ് ബെഡ് ഉണ്ടാക്കണ്ടേ, അല്ലെങ്കിൽ വൈറ്റ് ബെഡ് ഉണ്ടാക്കണം. ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ആ നോർമൽ ബെഡൊന്നും ഉണ്ടാക്കട്ടെ. കണ്ട 3 വൂൾ കിട്ടി കയ്യിൽ ഗൈസ്. ഇനി ബെഡ് ഉണ്ടാക്കാൻ പറ്റും സുഖമായിട്ട്. ക്രാഫ്റ്റ് ഉണ്ടാക്കട്ടെ. പിന്നെ നമുക്ക് ഒരു ബെഡ് ഉണ്ടാക്കട്ടെ. എവിടെയാ വൈറ്റ് ബെഡ് ക്രാഫ്റ്റഡ്. ഇനി നമുക്ക് ഈ പൂ വറക്കട്ടെ കേട്ടോ. കാരണം അറിയാലോ, ഫസ്റ്റ് മൈൻക്രാഫ്റ്റ് ഇറങ്ങിയപ്പോൾ മൈൻക്രാഫ്റ്റ് ബെഡിൻ്റെ കളർ ഏത് വൂളിച്ചുണ്ടാക്കിയാലും നമുക്ക് റെഡാണ് കിട്ടിയിരുന്നത്. നമ്മുടെ റെഡ് ബെഡ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ കൗവിനെയും പിഗിനൊക്കെ തല്ലി കൊന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കാണാം 4 പോർച്ചോ ഭക്ഷണം കഴിഞ്ഞിട്ട് ക്ലച്ചിങ് നല്ല പിന്നെ മൈൻക്രാഫ്റ്റ് ദൈവം എന്ന് പറഞ്ഞാൽ മൈൻക്രാഫ്റ്റ് ദൈവം. അപ്പോൾ ഗൈസ്, നമുക്കൊരു സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഫർണസ് ഉണ്ടാക്കണം. ഫർണസ് ഉണ്ടാക്കുമ്പോൾ ആകെ 7 സ്റ്റോൺ കയറുള്ളൂ. നമുക്കൊരു സ്റ്റോൺ മൈൻ ചെയ്യട്ടെ. ഓക്കെ, ഇതന്നെ മതിയാവും. നമുക്ക് കുറച്ച് ബ്ലോക്ക് എടുത്തിട്ട് നേരെ മോളിൽ പോട്ടെ. ഇനി നമ്മൾ ഇപ്പം കിട്ടിയ സ്റ്റോൺ വെച്ചിട്ട് ഹലോ പശു, സുഖല്ലേ? ബൈ പശു, ബൈ. കൊള്ളാലോ, ഒരു ഫ്രീ ഫുഡും കിട്ടി. ഇനി നമുക്ക് പോയി ഫർണസ് ഉണ്ടാക്കട്ടെ. ക്രാഫ്റ്റ് ടേബിൾ താഴെ വയ്ക്കുക. അതിൽ ഫർണസ് ഉണ്ടാക്കട്ടെ. ഫർണസ് ഉണ്ടാക്കി താഴെ വയ്ക്കുക. ഇനി നമ്മൾ കിട്ടിയ ഫുഡ് നമ്മൾ കുക്ക് ചെയ്യട്ടെ. ഓക്കെ, അതോടെ കുക്കാടായാലും നമുക്ക് പോയി മരം മുറിക്കട്ടെ. കാരണം മരത്തിന് ഷോർട്ടേജ് ഒരിക്കലും പാടില്ല. മൈൻക്രാഫ്റ്റിൽ ബേസിക് സാധനം വുഡാണ്. വുഡ് നമുക്ക് എന്തിനേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഈ വുഡൊക്കെ കളക്ട് ചെയ്യട്ടെ. അതിൽ കളക്ട് ചെയ്ത് ഞാൻ നിങ്ങളെ കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി മൊത്തം പ്ലാങ്ക് ആക്കാം. ഫുഡായിട്ടുണ്ട്. സമാധാനം വിശന്ന് ചാവുകയുണ്ട്. ഓടാൻ പറ്റാത്ത പാടുപെട്ടോ. 18 ലോഗായിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഫുഡൊക്കെ. ഇനി നമുക്ക് കുറച്ച് പ്ലാങ്ക് ഉണ്ടാക്കട്ടെ. ഈ പ്ലാങ്ക് ഉണ്ടാക്കി ഇനി നമുക്ക് ഒരു ബോട്ട് ഉണ്ടാക്കണം നമുക്ക്. കാരണം ഇനി നല്ലൊരു സ്ഥലം കണ്ട ബേസ് വെക്കാൻ. ഈ വീഡിയോൻ്റെ മെയിൻ ഗോൾ എന്തൊക്കെയാണെന്നറിയോ? എനിക്കൊരു നല്ലൊരു ബേസ് വെക്കണം. പിന്നെ ഒരു അയൺ ആർമർ കിട്ടണം. അതാണ് എൻ്റെ മെയിൻ ഗോള്. നമുക്കിനി ഇതൊന്നും ഇവിടെ ഒന്നുമില്ല. നമുക്കിനി ഇത് എല്ലാം പൊട്ടിച്ചെടുത്ത് നല്ല സ്ഥലം കണ്ടുപിടിക്കാൻ പോകണം. നമ്മൾ കടൽ വഴി പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വഴി എനിക്ക് തോന്നുന്നത്. ഈ ഫുഡ് ആവട്ടെ. ഈ ഫുഡായിട്ട് നമ്മൾ നേരെ സെയിൽ ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ ആവും. എന്താണ് ഫോർച്ചപ്പോൾ ഇത്ര നേരമൊക്കെയാണ് ഗൈസ്. ഇതാവട്ടെ. അതുവരയ്ക്ക് നിങ്ങൾ പോയി ലൈക്ക് ചെയ്യൂ. ലൈക്കിംഗ് ആണ് മെയിൻ കാര്യം ഗൈസ്. അത് പൊട്ടിച്ചെടുക്കുക. എന്താ കാണിക്കുന്നത്? ലാഗ് നല്ല ലാഗ് അടിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയി എക്സ്പ്ലോറിങ് ചെയ്യാം. ഇതെന്തത് പ്ലേസ് ആവാത്ത? ഹലോ ഒന്നുമില്ല. നമുക്കിനി നേരെ നല്ല സ്ഥലം കണ്ടുപിടിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ സ്ഥലം കിട്ടുകയാണെങ്കിൽ നിങ്ങളെ കാണാം. അതുവരെയ്ക്കും ഓക്കെ.
അപ്പോൾ ഓക്കെ ഗൈസ് നോക്കി തുഴഞ്ഞ് ഞാൻ എങ്ങോട്ടോ എത്തി ഏതൊരു ഐലൻഡിലേക്ക് എത്തി തുഴഞ്ഞ് അത് ഐലൻഡിലാണോ അറിയില്ല. എന്തായാലും ബോട്ടോട് പാർക്ക് ചെയ്യട്ടോ. ഓക്കെ ബോട്ടൊന്ന് ചാടി ചാട്. ഓക്കെ ഇനി പൊട്ടിച്ചെടുക്കട്ടെ. രാത്രി ഉണ്ട്, വേഗം ഉറങ്ങട്ടെ, ബെഡൊക്കെ ഉറങ്ങുക. ഓക്കെ ഉറങ്ങിയുണ്ട്. ഓക്കെ ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ഇന്ന് നമുക്ക് എന്താ പരിപാടി എന്നറിയോ? നല്ലൊരു ബേസ് വയ്ക്കാൻ ലൊക്കേഷൻ കണ്ടുപിടിക്കണം, പിന്നെ ഒരു വില്ലേജും കണ്ടുപിടിക്കണം. ചടിക്കോ അത് തന്നെ കണ്ട പാർക്കൂർ ദൈവം എന്ന് പറഞ്ഞാൽ പാർക്കൂർ ദൈവം. ഇനി നമുക്ക് നല്ലൊരു ബേസ് വയ്ക്കാനുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കണം, പിന്നെ വില്ലേജ് ഇട്ടാണെങ്കിൽ അത്രയും നല്ലത്. സോ ഈ രണ്ടു ഒന്ന് കിട്ടിയാൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ് നമുക്കൊരു കേവ് കിട്ടിയിരിക്കുകയാണ്. കാണുമ്പോൾ വലിയ കേവായിട്ടൊക്കെ തോന്നുന്നുണ്ട്. നോക്കട്ടെടാ. യെസ്. ഒരു വലിയ കേവ് തന്നെ. അവിടെ കുറച്ച് കോളൊക്കെ ഇരിക്കണ്ടല്ലോ. എങ്ങനെ അടിയിലേക്ക് എത്തണം? ഇപ്പം എന്താ ചെയ്യുക? കയ്യിൽ ബ്ലോക്സും ഇല്ലല്ലോ. വലിയ കേവിന് അങ്ങോട്ട് പോകണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇവിടെ നമുക്ക് ബോട്ട് വെച്ച് പോകാൻ എൻ്റെ ബെസ്റ്റ് ഐഡിയ തോന്നുന്നു. ആ ബോട്ടൊക്കെ ചടിക്കോ. ഓക്കെ ഓക്കെ അടിപൊളി. ഇനി ബോട്ട് പിടിക്കട്ടെ. കുറച്ച് കോള് കിട്ടാൻ എന്താ വഴി ആലോചിക്കായിരുന്നു. ബൈ ദ വേ വില്ലേജൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും അന്വേഷിച്ചിരിക്കുമ്പോഴേക്ക് കേവ് കിട്ടിയിരിക്കുക. സോ നമുക്ക് ഈ ബ്ലോക്കൊക്കെ മൈൻഡ് ചെയ്യട്ടോ, എന്നിട്ടാണ് ആ കോൾ എടുക്കാൻ. ഒരു 4-5 ക്വാളിറ്റി അത്ര ഉപകാരം. അപ്പോൾ കയറി നോക്കട്ടെ കേട്ടോ. എത്തിയ എത്തി. 1 2 3 ആയിട്ടില്ല. 3 4. ഓക്കെ 4 കോളാണല്ലോ, കഷ്ടം. കുഴപ്പമില്ല, നമുക്ക് ഈ 4 കോൾ വെച്ചിട്ട് 12 ഓപ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ കേവ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇവിടെ ഒന്നുമില്ല, ഞാൻ പറ്റിക്കപ്പെട്ടു. ഇവിടെ ഒരു കുന്തമില്ല. അയൺ കിട്ടി ഗൈസ്. പൊട്ടി. ഒന്ന് ഒറ്റ ആണല്ലോ. ഞാൻ പറ്റിക്കപ്പെട്ടു. ഒരൊറ്റ അയണുള്ളൂ ഗൈസ് ഇവിടെ. ഞാൻ എന്ത് ചെയ്യും നീ? കേവിനുള്ളിലേക്ക് പോകണ്ട. എൻ്റെ ബൈക്ക് ക്രീപ്പർ എന്തപ്പുണ്ടായേ? നടപടി ഒരു ഷീൽഡ് ഉണ്ടാക്കട്ടെ കേട്ടോ. ഷീൽഡ് ഉണ്ടാക്കട്ടെ പെട്ടെന്ന്. അയൺ പോ എന്ത് കത്തിക്ക്. ജസ്റ്റ് മിസ്. ഇപ്പം തന്നെ വേൾഡ് പോയേനെ ചത്തിട്ട്. എൻ്റെ കോർഡിനേറ്റ്സ് അറിയില്ല. ഓക്കെ പെട്ടെന്ന്. ഓക്കെ വേൾഡ് താഴത്ത് അയൺ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് ഞാൻ ഷീൽഡ് ഉണ്ടാക്കട്ടെ. ഷീൽഡ് ഓക്കെ. നമുക്ക് ഈ കേവ് സേഫിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഈ സ്പൈഡറിൻ്റെ സൗണ്ട് കേൾക്കണ്ടല്ലോ. സ്പൈഡറിൻ്റെ സൗണ്ട് വല്ലാതെ കേൾക്കാണ്ടിരിക്കുക. ഇത് വാ ഫർണസ് വാ, നോക്കട്ടെ എന്തൊക്കെയുള്ളതെന്ന്. ഇവിടെ ഇവിടെ ഒന്നുമില്ല. അമ്മേ സ്പൈഡർ. അന്നുണ്ടായേ? അന്നുണ്ടായേ? ഞാൻ ഇതിൻ്റെ അടിക്ക് പോയത്. ബഗ് എഡിഷൻ ഗ്ലിച്ച്. അപ്പം എന്താ ഈ കേവ് ഇത്ര തന്നെ. അപ്പോൾ ഗായ്സ് ഇനി വല്ല വില്ലേജ് കിട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ വല്ല ബേസിക് സ്ഥലം കിട്ടുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. കുറേ നേരെയൊക്കെ കൊണ്ട് തപ്പുന്നു. ഇവിടെ ഒറ്റ വില്ലേജ് കാണാനില്ലേ ഗായ്സ്. ഞാൻ എന്ത് ചെയ്യും നീ? വില്ലേജ് കിട്ടി ഗായ്സ്. വില്ലേജ് കിട്ടി. അടിപൊളി. സുഖായി. അമ്മേ കുറേ നേരെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂർ ഞാൻ തപ്പാൻ തുടങ്ങിയിട്ട്. ഞാൻ രാത്രി അവിടെ കിടന്നുറങ്ങട്ടെ. കിടന്നുറങ്ങ്. ഓക്കെ ഉറങ്ങട്ടെ കേട്ടോ. എത്ര നേരം കൊണ്ട് തപ്പുന്നു. ഇപ്പോഴൊന്ന് കിട്ടിയതെൻ്റെ പടച്ചോനേ. ഇത് ബെഡ് വന്നേ. ഇനി ഫർണസ് അല്ല, സോറി ഫർണസ് അല്ല. ബണ്ടൽ പോയിരുന്നു. ക്രാഫ്റ്റിനോട് ആക്കട്ടെ. എന്നിട്ട് സ്റ്റോൺ ഹോൺ ഉണ്ടാക്കട്ടെ. അറിയാമല്ലോ വില്ലേജിൽ എന്തുണ്ട്? ഹേബേലുണ്ട്. സോ നമുക്ക് ഹേബേൽ കൊണ്ട് കുറേ ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. സോ ഇനി എല്ലാം വന്നാൽ ഇനി നമുക്ക് ഹേബേൽ തപ്പട്ടെ. അയങ്കോളം ഇവിടെ ഉണ്ടല്ലേ ഗൈസ്. ഒരിക്കലും അയങ്കോളത്തിന് ഫസ്റ്റ് തന്നെ കൊല്ലരുത്. ഇത് ടിപ്പാണ്. കാരണം അയങ്കോളില്ലെങ്കിൽ വില്ലേജ് പെട്ടെന്ന് ചാവും സോംബി അടിച്ചിട്ട്. അതൊക്കെ അവിടെ ഇക്കട്ടെ. എവിടെ ഈ വില്ലേജ് ഒറ്റ ഹേബേൽ കാണാമല്ലോ. ഹലോ ഹേബേൽ ഗൈസ്, ഇവിടെ ഹേബേൽ നിന്ന് കാണാമല്ലോ. വല്ലത് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ പറ്റിക്കപ്പെട്ടു ഗൈസ്. ഈ വില്ലേജിൽ ഒറ്റ ഹേബേലില്ല. എല്ലാം മുക്കും മൂലി ഞാൻ അരിച്ച് പറക്കി. ഇവിടെ ഒറ്റ ഹേബേലില്ല. സർക്കാർ നമുക്ക് ക്യാരറ്റൊക്കെ പത്തിട്ട് കൊണ്ട് പോവാം. അപ്പോൾ വെയിറ്റ് നല്ലത്. പിന്നെ നല്ല ബേസ് ലൊക്കേഷൻ കണ്ടുപിടിക്കണം. എന്നാൽ ഇവിടെ ഒറ്റ ഹേബേലില്ല ഗൈസ്. അവസാനം ഫൈനലി എനിക്ക് നല്ല ലൊക്കേഷൻ കിട്ടി ബേസ് വയ്ക്കാൻ. സോ ഞാൻ ബെഡ്, ഫർണസ്, പിന്നെ എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ എല്ലാം അവിടെ കിട്ടട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിൾ വാ, അവിടെ വയ്ക്ക്. ഇങ്ങനെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കട്ടെ. ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കട്ടെ. 2 ചെസ്റ്റ്.
സ്വിങ് സ്വിങ്. ഓക്കെ, അതുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടേക്ക് ഇനി എൻ്റെ ഐറ്റംസൊക്കെ ഇവിടെ വെക്കട്ടെ. ആ, ഇത് പിന്നെ നല്ല ലൊക്കേഷനാണ്, കാരണം വില്ലേജിന് തൊട്ടപ്പുറത്താണ്. അതുകൊണ്ട് എനിക്ക് ഫ്യൂച്ചറിലൊരു കസ്റ്റം വില്ലേജൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതൊക്കെ ഒതുക്കട്ടെ കേട്ടോ. ഇനി ലാസ്റ്റ് ഗോള് എങ്ങനെയാണ് നല്ലൊരു കേവ് കണ്ടുപിടിച്ച് മൈനിങ്ങിന് പോവുക. അതാണ് എൻ്റെ മെയിൻ ടാസ്ക്. സോ നല്ലൊരു കേവ് കണ്ടുപിടിക്കട്ടെ. റീസ്പോൺ സെറ്റ് ചെയ്തിട്ട് ഞാൻ ടോർച്ചൊക്കെ ഉണ്ടാക്കണ്ടേ. കുറച്ച് ഫുഡ് ടോർച്ച്, വുഡ്, പിന്നെ കുറച്ച് കോൾ ഒഴിക്കട്ടെ കേവിങ്ങിന് പോലെ. അപ്പോൾ ഗൈസ് ഈ ഞാൻ നല്ലൊരു കേവ് ആണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അവസാനം ഗൈസ് കുറേ നേരം കൊണ്ട് തപ്പിയിട്ട് കണ്ട ഒരു വലിയൊരു കേവ് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ വാട്ടർ കേവാ തോന്നുന്നത്. എന്തായാലും നമുക്ക് എടുത്ത് ചാടാം. ശിവനേ കത്തോളണേ. ഓക്കെ, നേരെ അയണിൻ്റെ മുകളിൽ ഒന്ന് ചടിയത്. ഓക്കെ, വാട്ടർ കേവാണ്. കുഴപ്പമൊന്നുമില്ല. സോ ഇനി ഇവിടുത്തെ അയണൊക്കെ മൈൻഡ് ചെയ്യട്ടെ. ഞാൻ ഈ കേവ് ഫുള്ള് തപ്പി ഗൈസ്. ആ വാട്ടറിലല്ലാതെ വേറെ അയൺ ഞാൻ കാണുന്നില്ല. എന്ത് ഇവിടെ ഒരു കുഞ്ഞ് ഗ്യാപ്പ് പോലെ ഇവിടെ കിട്ടട്ടാ. അമ്മേ 2 ഹാർട്ട്. ഓമ്മേ വലിയ കേവാട്ടോ ഗൈസ്. എന്ത് ആഴം നോക്കിയേ. എന്ത് ഇവിടെ ഒരു കുഴി. അയണല്ലത്. അയൺ കിട്ടി ഗൈസ്, അയൺ കിട്ടി. അമ്മേ അധികം വരില്ലട്ടോ. ഓക്കെ, 2 അയൺ. ഐ ആം റിച്ച്. ഒരു ബ്ലോക്ക് ഒന്നേ. ഓക്കെ, എത്ര അയൺ ഉണ്ട്? 2 അയൺ. ഓക്കെ ഗൈസ്, 2 അയൺ എന്തെങ്കിലും കിട്ടിയാലോ. അപ്പോൾ ഇനി വല്ല അയൺ കിട്ടാണ് അപ്ഡേറ്റ് ചെയ്യുക. എത്ര ആളുണ്ട് ഇതിന്. താഴെ വീണാ ചത്തു. അപ്പോൾ ഗൈസ് അവസാനത്തെ അയണും കൂടി കിട്ടിയിരിക്കുകയാണ്. ഇതും കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫുൾ അയൺ ആമ്പറും പിന്നെ വേറെ ഏതൊക്കെ ടൂൾസൊക്കെ ഒപ്പിക്കാൻ പറ്റും. അത്യാവശ്യം വലിയ വെയിനാട്ടോ. 1 2 3 4 5 6 7 8 9 10 വെയിന്. ഓമ്മേ അടിപൊളി. ഇപ്പം എത്രയും 29 ധാരാളം. ഇനി ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ ബേസിക് എത്തണം. അപ്പോൾ ഗൈസ് ഞാൻ ബേസിക് എത്തിയത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ 7 അയൺ കൂടി കിട്ടിയിട്ട് പാൻറ് ഉണ്ടാക്കി. ഐ ആം ഫുൾ അയൺ ആർമർ. അപ്പോൾ ഗൈസ് വെൽക്കം, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സോ പറഞ്ഞ പോലെ ഗോളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫുൾ അയൺ ആർമറായി നമ്മൾ നല്ലൊരു ബേസും കിട്ടി. ഇനി അടുത്ത എപ്പിസോഡിൽ നാളെ വരാം. അപ്പോൾ അതായിരിക്കും ബൈ ബൈ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.